നമസ്തേ. ജോലി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ ബി ജെ പി ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ അവരുടെ ഒരു ബജറ്റ് അത് കണ്ട് ശരിക്കും കണ്ണു തള്ളിപ്പോയി. കാരണം കണ്ട് പഠിക്കണം വൃത്തികെട്ടവന്മാരെ എന്നാണ് എനിക്ക് കമ്മികളോടും കൊങ്ങികളോടും പറയാനുള്ളത്. അവന്മാരൊക്കെ മാറി 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 ഭരിച്ചിട്ടും എന്താണ് ഈ നാട്ടിൽ കാണിച്ചു കൂട്ടിയത്? പാവപ്പെട്ടവന്മാരെ പിന്നെയും പിന്നെയും ദരിദ്രരാക്കുന്ന ബജറ്റുകളാണ് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് കേരളത്തിൽ എത്രയോ മേയർമാരുണ്ട്. ഏതെങ്കിലും ഒരു മേയറിന്റെ ഒരു ഒരു വാലറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേയറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? നമ്മുടെ വി രാജേഷ് അല്ലാതെ. നല്ല അടിപൊളി ബജറ്റാണ്. അതായത് ഭൂമിയുള്ള ഭവനരഹിതരായിട്ടുള്ള 2000 കുടുംബങ്ങൾക്കാണ് കേരളത്തിന്റെ ഒരു അരി മണി വിഹിതം പോലും ഇല്ലാതെ തിരുവനന്തപുരം കോർപ്പറേഷനാണ് വീട് ഇനി വെച്ചു കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് അടൽ പദ്ധതിയിൽ നമുക്ക് 20 രൂപയ്ക്ക്, വെറും 20 രൂപയ്ക്ക് ആഹാരം, ക്യാൻറ്റീൻ. അതേപോലെ തന്നെ 110 വാർഡുകളിൽ അമൃത് ഫാർമസിയാണെന്ന് തോന്നുന്നു, ഫാർമസി വരുന്നത് 101 വാർഡുകളിലാണ്. മനസ്സിലായോ? ഇനിയും ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. ഞാനത് ഫ്യൂച്ചർ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കണ്ട് പഠിക്കണം. അമേരിക്ക പലവന്മാരും കറങ്ങി കിടക്കും. അമേരിക്കയിലും ദുബായിലും അബുദാബിയിലൊക്കെ പല രാഷ്ട്രീയ പ്രവർത്തകരും പൊട്ടടിക്കാൻ വേണ്ടിയും ഈ പൈസ പിരിക്കാൻ വേണ്ടിയും നടക്കും. എന്നാലേ കഴിഞ്ഞ ദിവസം കൗൺസിലർമാരും അല്ലെങ്കിൽ മേയറും ഡെപ്യൂട്ടി മേയറൊക്കെ ഇവിടെ നമ്മുടെ മോദിജിയെ കാണാൻ പോയിരുന്നു. എവിടെ? അങ്ങ് ഡൽഹിയിൽ. പൊട്ടടിക്കാൻ പോയതല്ല എന്ന് മനസ്സിലായില്ലേ? ഇതേപോലത്തെ ആളുകളെ തിരഞ്ഞെടുക്കുക. നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം പോലെയുള്ള മഹാരാജ്യത്ത് നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും, എല്ലാ വാർഡുകളിലും, എല്ലാ പഞ്ചായത്തുകളിലും ഇതേപോലത്തെ സജ്ജനങ്ങളായിട്ടുള്ള നല്ല നല്ല രാഷ്ട്രീയ പ്രവർത്തകരെ ഭരിക്കാൻ അനുവദിക്കുക. അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാവും. എവിടാണെന്ന് സ്ഥലം പറയുന്നില്ല. ഒരു പാലം, ഒരു 10 വർഷമായിട്ട് പാലത്തിന് തൂണ് മാത്രമാണ്, പാലമില്ല. അവിടെ 3 ഉദ്ഘാടനമാണ് അവിടുത്തെ ആളുകൾ നടത്തിയത്. 3 ഉദ്ഘാടനമാണ് അവിടുത്തെ കമ്മി കൂട്ടങ്ങൾ, വൃത്തികെട്ട കൂട്ടങ്ങൾ നടത്തിയത്. അവിടെ പാലത്തിന് മേൽ ഒരു സൈക്കിൾ ഓടിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം വന്നിരുന്നെങ്കിൽ അവന്മാർ 10 പ്രാവശ്യം നടത്തിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. ഉദ്ഘാടനം 10 പ്രാവശ്യം നടത്തിക്കോട്ടെ. ഇവിടെ ആ പാലത്തിന് തൂണാണ്, വെള്ളത്തിൽ ഇങ്ങനെ തൂണ് കാണാം. ആ തൂണ് വെച്ചിട്ടാണ് ഉളുപ്പില്ലാതെ ഈ 10 വർഷത്തിനിടയ്ക്ക് അവർ 3 പ്രാവശ്യം ഉദ്ഘാടനം നടത്തിയത്. ഇതുപോലത്തെ പുച്ഛത്തോടെ നമുക്ക് നോക്കുന്ന ഇതുപോലത്തെ വൃത്തികെട്ടന്മാര് ഭരിക്കുന്നിടത്താണ് ഇതേപോലത്തെ ആളുകൾ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഇനിയെങ്കിലും കമ്മികളെ, കൊങ്ങികളെ, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ തലച്ചോറ്, നിങ്ങളുടെ തല ഉണർന്ന് പ്രവർത്തിക്കുക. നാടിന്റെ നന്മയ്ക്കായി നിങ്ങൾ ഇനി വോട്ട് കൊടുക്കുക. ഇതേപോലെയുള്ള ആൾക്കാരെ പടിയടച്ച് പിണ്ണം വെക്കുക. ബാക്കി BJPക്ക് അല്ലെങ്കിൽ NDAക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക. നിങ്ങളുടെ വോട്ട് ഒരിക്കലും പാഴായി പോകില്ല. മാറാത്തത് മാറുക തന്നെ ചെയ്യും. നമ്മുടെ നാട്ടിൽ നിങ്ങൾ സുരേഷ് ഗോപി അങ്ങ് ഏറി കയറ്റുന്നല്ലോ എയിംസിന്റെ കാര്യം പറഞ്ഞിട്ട്. നീയൊക്കെ ഒന്ന് എടുത്തു നോക്കണം. 1947 കഴിഞ്ഞിട്ട് 2014 മോദിജി വരുന്നതിന് മുമ്പ് വരെ എത്ര എയിംസ് ആയിരുന്നടി നമ്മുടെ നാട്ടിലുള്ളത്, നമ്മുടെ ഇന്ത്യയിലുള്ളത്? 6 or 7 എയിംസ്. ഇപ്പൊ എത്ര ഉണ്ടടി? 10, 20, 22 എയിംസ് കൂടുതലില്ലേ? ഇല്ലേ? നിങ്ങൾ നോക്ക്. 20 or 25 അകത്തുണ്ട്. അതുപോലെ തന്നെ എത്ര ഇന്റർനാഷണൽ എയർപോർട്ടുകൾ ഉണ്ടായിരുന്നു? 60 or 70 ഇന്റർനാഷണൽ എയർപോർട്ടുകളായിരുന്നു ഇവന്മാരൊക്കെ ഈ 47 പോലെയും മുടിച്ചു ഭരിച്ചത് 2013 വരെ. എന്നാൽ 2014 ശേഷം എത്ര ഉണ്ട്? ഇപ്പൊ നോക്ക്. നീയൊക്കെ എടുത്ത്, നിന്റെയൊക്കെ വിരൽത്തുമ്പിലല്ലേ എഴുതിയിരിക്കുന്നത്, തെറ്റിരിക്കുന്നത്. എടുത്ത് നോക്കടേ. അതുപോലെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ റോഡുകള്, നമ്മുടെ റെയിൽവേസ് എടുത്ത് നോക്കടാ. നിന്നെപ്പോലുള്ള പൊട്ടക്കിണറ്റി കിടക്കുന്ന തവളകൾ ഈ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് കൊടി പിടിക്കാൻ മാത്രമല്ലേ നിനക്കറിയൂ. നീയൊക്കെ നാട് നീളെ നടക്കണം. അതെങ്കിൽ ഇന്ത്യ എന്താണെന്ന് അറിയണം. പഴയ ഇന്ത്യ എന്താണെന്ന് അറിയാവുന്നവരോടൊക്കെ ഇപ്പൊ പോയി ചോദിച്ചു നോക്ക്. അപ്പൊ അവര് പറയും ഇന്ത്യ എത്രത്തോളം മാറിയെന്ന്. നിനക്ക് കൊടി പിടിക്കാൻ ഒന്നും പറയിപ്പിക്കരുത്. നല്ലതിലേക്കായി നിങ്ങൾ വോട്ട് ചെയ്യുക ദയവ് ചെയ്ത്. എന്തായാലും NDA ഗവൺമെന്റ് അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്.